കേരളത്തിലൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യുമ്പം ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് പറയാം. ഇതൊരു സൊല്യൂഷനാണ്, ഇത് ചെയ്യൂ എന്ന് പറയുമ്പോൾ അതിലേക്ക് കുറേ പേർക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, വാഹനങ്ങളുടെ എണ്ണം കുറയുമല്ലോ. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെ സൂചിച്ചങ്ങനെ പോകണ്ട, നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടുന്ന ബസ്. അപ്പോൾ സാധാരണക്കാരൻ AC ബസ്സിൽ കയറൂല എന്നുള്ളൊരു മുൻവിധിയും കൂടെ ഉണ്ട്. അവനൊന്നും അത് വേണ്ട എന്നുള്ളൊരു മുൻവിധിയും ഉണ്ട്. ഈ കഷ്ടപ്പാട് വിട്ട് വേർത്തൊലിച്ച് തന്നെ പോകണം, അല്ലെങ്കിൽ അവൻ സ്വന്തമായിട്ട് സ്കൂട്ടറോ കാറോ എടുക്കുക, അതും ഓക്കെയാണ്. പക്ഷെ എന്നാലും ഞാൻ ഈ ഫെസിലിറ്റി അനുവദിക്കില്ല. എന്തുകൊണ്ട് അനുവദിക്കില്ല എന്നുള്ളത്. പണ്ട് സിനിമ കാണാൻ പോയിരുന്നത് 30 രൂപയ്ക്ക് ടിക്കറ്റ് സിനിമ എടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഈ സോ കോൾ കാണില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ മൾട്ടിപ്ലക്സിലും ഐമാക്സിലൊക്കെ സിനിമ കാണാൻ തയ്യാറാണ് ഫോർ ദി എക്സ്പീരിയൻസ്. എക്സാക്ട്ലി. ചോയ്സ് കൊടുക്കണം. ഈ പബ്ലിക് ചോയ്സ് തിയറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് പബ്ലിക്കിന് ചോയ്സ് കൊടുത്തിട്ട് അവർ തീരുമാനിക്കട്ടെ. അല്ലാതെ ഞാൻ അവർക്ക് വേണ്ടി, എനിക്ക് വലിയ എക്സ്ട്രാ ബുദ്ധിയൊന്നുമില്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ പലരുടെയും ധാരണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കേ അറിയുള്ളൂ എല്ലാം. അപ്പോൾ നമ്മൾ തീരുമാനിക്കും, ബ്ലോക്ക് ചെയ്യും, ഓരോ സാധനം ബ്ലോക്ക് ചെയ്യും. ഇത് കൊടുക്കണ്ട, ഇത് ആവശ്യമില്ല, കൊടുത്തിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ്.